കൊച്ചിയിൽ നിന്ന് അരുണുണ്ട്. അരുൺ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നു, അരുൺ സ്ഥിരമായി കാണുന്ന റീൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അരുണ് ഭയങ്കര സന്തോഷം. അപ്പോൾ അരുൺ ശങ്കർ കേൾക്കാമെങ്കിൽ നമ്മുടെ അമ്മമാർ തന്നെ അരുണിനോട് സംസാരിക്കും അല്ലേ? അരുൺ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. അരുൺ ശങ്കറിനോട് ചോദിക്കണോ? എന്തോ ചോദിക്കോട്ടെ അരുൺ ശങ്കറിനോട്. എന്തുണ്ട് നാട്ടിൽ വിശേഷങ്ങളൊക്കെ? അരുൺ ശങ്കറേ ഒന്നോട് ചോദിച്ചേ. അനുശങ്കർ മോനെ, എന്തോ ഉണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? അമ്മ ക്രിസ്മസ് ആണല്ലോ ഏറ്റവും വലിയ വിശേഷം. അതിന്റെ ആഘോഷത്തിൽ നമ്മൾ നിൽക്കുന്നത്. എന്താണ് കൂടുതൽ വിശേഷം? നമ്മളിപ്പോ നമ്മളോട് ചേരുന്നുണ്ട് ക്രിസ്മസ് ആയിട്ട്. അരുൺമോനെ, എന്തുണ്ട് വിശേഷം? ക്രിസ്തുമസ് എങ്ങനെയൊക്കെ അടിച്ചു പൊളിക്കാം നമുക്ക് എന്ന് ആലോചിക്കുകയാണോ? ഞങ്ങളുടെ റീല് ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം കൂടെ പറഞ്ഞു. ഞങ്ങളുടെ റീലൊന്നും നിങ്ങൾ ഷെയർ ചെയ്യരുത് കേട്ടോ. സോറി. അല്ല, ഞങ്ങളുടെ റീല് നിങ്ങൾ കണ്ട് അങ്ങോട്ട് അല്ല, നിങ്ങൾ അത് ഏറ്റെടുക്കരുത്. ഞങ്ങളുടെ തന്നെ കോപ്പി അടിച്ചേക്കരുത്. റീല് ഞങ്ങളുടെ തന്നെ. അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചട്ടയം കൊണ്ടിട്ട് ആർക്കും ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല അല്ലേ? ചട്ടയം കൊണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ. ശരി അരുൺ കേട്ടില്ലേ? അമ്മമാരെ അരുണോട് ചോദിച്ചു പറഞ്ഞോളൂ. അതെ. ക്രിസ്മസ് അല്ലാതെ എന്താണ് ആഘോഷം ഇല്ലേ? ഇപ്പോൾ ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണ് നമ്മളെല്ലാവരും. അമ്മമാരോടൊപ്പമാണ് നമ്മൾ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിക്കുന്നത് എന്നുള്ളതാണ് ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. അതുപോലെ തന്നെ റീൽസ് നമ്മൾ പരമാവധി ഷെയർ ചെയ്യും. നിങ്ങളാണല്ലോ ഇപ്പോൾ റീൽസിലെ താരങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രായത്തിലും റീൽസിലെ വൈബായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. ഇപ്പം ബ്രോഡ്വേയിൽ നല്ല തിരക്കാണ്. ആഘോഷത്തിൻ്റെ അവസാന തയ്യാറെടുപ്പുകളാണ് ബ്രോഡ്വേയിൽ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാന പർച്ചേസൊക്കെ നടക്കുകയാണ്. അതിനിടയിലാണ് നമ്മളിങ്ങനെ നടന്നു വന്നപ്പോൾ ഒരു ക്രിസ്മസ് പാപ്പേനെ കണ്ടത്. ഹാപ്പി ക്രിസ്മസ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ ഇറങ്ങും? എല്ലാ വർഷവും ഇറങ്ങും. ഞാൻ 2020 തുടങ്ങിയതാണ്. 2020 പപ്പാഞ്ഞിൻ്റെ വേഷത്തിലല്ല, അല്ലാതെ തന്നെ ലഹരിക്കെതിരെ ചുമരുകൾ എഴുതുകയും അനേകം പ്രചരണങ്ങൾ നടത്തുകയും സ്വന്തം ചെലവിൽ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് വീടും ഇല്ല, ഒന്നുമില്ല. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എങ്കിൽപ്പോലും ഈ സമൂഹം നശിച്ചു പോകുന്ന സമൂഹത്തെ കണ്ടിട്ട് നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. ഈ കുഞ്ഞുങ്ങളെങ്ങനെ നശിച്ചു പോകുന്നതിൽ രക്ഷിതാക്കൾക്ക് യാതൊരു വേദനയും ഇല്ല എന്നുള്ളതാണ്. അതാണ് അതെ, ലഹരിക്കെതിരെയുള്ള പ്രചാരണമാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമല്ല. ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു 10 കുടുംബങ്ങൾ രക്ഷപ്പെട്ടാൽ ഈ പ്രവർത്തനത്തിന് നന്മയുണ്ടാവുന്ന മറ്റു കുടുംബങ്ങൾ. അതെ, മറ്റു കുടുംബങ്ങളാണ്. അല്ലാണ്ട് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 18 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് വളർത്തിയെങ്കിൽ മാത്രമേ ആ കുഞ്ഞുങ്ങൾ നശിക്കാതിരിക്കുകയുള്ളൂ. അതിന് ഉത്തരവാദിത്തം രക്ഷിതാക്കൾക്കാണ്. തീർച്ചയായിട്ടും ആ ക്രിസ്മസ് പാപ്പ നല്ലൊരു സന്ദേശവുമായിട്ടാണ് ഈ ക്രിസ്മസ് കാലത്ത് ഇറങ്ങിയിരിക്കുന്നത്. ലഹരിക്കെതിരായുള്ള പോരാട്ടമാണ്. കാരണം ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കൊണ്ട് മറ്റൊരു കുടുംബത്തിന് നന്മ ഉണ്ടാകണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ ഒരു മേത്തർ മാർക്കറ്റ് ഉണ്ട്. ഈ ക്രിസ്മസ് കാലത്ത് ഏറ്റവും കൂടുതൽ റീൽസിൽ അമ്മമാരിപ്പോൾ റീൽസിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് റീൽസുകൾ ഭരിച്ച ഒരു സ്ഥലമാണ് മേത്തർ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ക്രിസ്മസ് മാർക്കറ്റാണെന്ന് തന്നെ പറയാം. ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിരുന്നു. ഇവിടെ ഞാനും ഇവിടുന്നാണ് ഈ പുൽക്കൂടും ഒക്കെ വാങ്ങിയത്. ഇവിടെ വാങ്ങാൻ വന്നപ്പം സത്യം പറഞ്ഞ പെട്ടുപോയ അവസ്ഥയാണ്. അത്രയ്ക്ക് തിരക്കായിരുന്നു, ഭയങ്കര ഉന്തും തള്ളും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഗംഭീര വൈബാണ് ഇവിടെ വരുമ്പോൾ. ഈ പൂർണ്ണമായിട്ടും ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള അലങ്കാര വസ്തുക്കളും ഒക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. ഇപ്പോഴും കച്ചവടം പൊടിപിടിക്കുകയാണ്. നേരത്തെക്കാട്ടിൽ കച്ചവടത്തിന് കുറച്ച് കുറവുണ്ട്. കാരണം ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്കെന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങനെ നക്ഷത്രങ്ങളൊക്കെ തൂക്കിയിട്ടുണ്ട്, മറ്റ് അലങ്കാര വസ്തുക്കളൊക്കെ. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യത്തെ കച്ചവടം? കുഴപ്പമില്ല. അവസാന നിമിഷം ആൾക്കാരുണ്ടോ? ഇനിയിപ്പോൾ ഇല്ല, കുറവാ. എല്ലാ വർഷം ഇത് ക്രിസ്മസ് കാലത്ത് ഇതാണ് വിൽക്കുന്നില്ലേ? അതെ. എന്നാലും ഇന്നെന്തെങ്കിലും തിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. എന്നാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ എന്താ ചേച്ചി വാങ്ങാൻ പറ്റി? ചേച്ചിക്ക് നാണോ ആവുന്നത്? എന്തായാലും ഇതൊക്കെ വാങ്ങാൻ വൈകിപ്പോയി എന്നുള്ളതാണ്. എല്ലാവരും തിരക്കിലൊക്കെ അല്ലേ, ജോലിക്കൊക്കെ പോയിട്ട് തിരക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വൈകിപ്പോയിട്ടുണ്ട്. എന്തായാലും ഈ മാർക്കറ്റ് ഹലോ